പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തോൽവി ഭയന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ കീ വോട്ടേഴ്സ് പോലും വോട്ട് തരില്ലെന്ന് പരസ്യമായി പ്രതികരിച്ചതോടെ തിരിച്ചടി ഭയക്കുകയാണ് UDF ക്യാമ്പ്. ഇതോടെ തലസ്ഥാനത്തെ 4-ാം അംഗം തരൂരിന് അത്ര എളുപ്പമാകില്ല. തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചുപോയ ശശി തരൂർ അദ്ദേഹം 15 വർഷക്കാലം വികസനം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 15 വർഷമായി അദ്ദേഹം എയറിലാണ്. സാധാരണക്കാരനെ പ്രവർത്തകനെ വീട്ടിൽ കയറ്റത്തില്ല, ആഫീസിൽ കയറ്റത്തില്ല, അവരെ അവഗണിക്കുക മാത്രമല്ല അപമാനിക്കുക കൂടെ ചെയ്യാണ്. കോൺഗ്രസിലെ അണികളെ വീട്ടിൽ കയറ്റാത്ത, സാധാരണ വോട്ടർമാരെ പരിഗണിക്കാത്ത എംപിയാണ് ശശി തരൂർ എന്നാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തമ്പാനൂർ സതീഷ് പറഞ്ഞത്. ഇത് ശരിവയ്ക്കും വിധമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശശി തരൂരിനുണ്ടാകുന്ന തിരിച്ചടികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമുടിയിലേക്ക് എത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കോവളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയ്ക്കിടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അമർഷം പുറത്തു കാട്ടി. വോട്ട് തരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമമുണ്ടായെങ്കിലും ഫലമുണ്ടായില്ല. ഇത്തരം പ്രവണതകൾ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക UDF സ്ഥാനാർത്ഥി ശശി തരൂരിനും കോൺഗ്രസ് ക്യാമ്പിനുമുണ്ട്. പൊഴിയൂരിൽ ഉൾപ്പെടെ തീരദേശ മേഖലയും തരൂരിനെ കൈവിട്ട മട്ടാണ്. ഇതടക്കം തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. അതിനാൽ തന്നെ ശശി തരൂരിന് തിരുവനന്തപുരത്ത് 4-ാം അംഗം അത്ര എളുപ്പമാകില്ലെന്നുറപ്പായി. ജനം, തിരുവനന്തപുരം.